മഴയിലും 40 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു. തളിക്കുളത്ത് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. കുറുമാലിപ്പുഴ കരകവിഞ്ഞു. കരയാമ്പാടത്തെ 100 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. പെരുമഴയിൽ തീരദേശം വെള്ളക്കെട്ടിൽ. നിരവധി വീടുകളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുള്ളൂർക്കര ആറ്റൂർ അസുരൻകുണ്ട് ഡാം തുറന്നു. മാള കണക്കൻ കടവിലെ 9 ഷട്ടറുകൾ ഉയർത്തി. ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരുന്നതിൽ ആശങ്ക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന ഭക്തന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ. സ്വർണ്ണമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പരാതിക്കാരൻ ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞുവെന്നും ചെയർമാൻ. കർക്കിടക പുണ്യവുമായി നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ മരങ്ങൾ വീണ് പരക്കെ നാശം. 40ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. ഒരു വീട് പൂർണ്ണമായും തകർന്നു. 3 പേർക്ക് പരിക്കേറ്റു. തളിക്കുളത്ത് തെങ്ങ് വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങിന്റെ കടഭാഗം ഒടിഞ്ഞു വീണത്. വീടിനുള്ളിലുണ്ടായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ നഫീസ, മകൻ ഷക്കീർ, മരുമകൾ റജൂല എന്നിവർക്ക് ഓട് തകർന്നു വീണ് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി. പാണഞ്ചേരിയിൽ മരം വീണ് ഓട് വീട് ഭാഗികമായി തകർന്നു. പാണഞ്ചേരി താണിപ്പാടം വെള്ളുണ്ണിപ്പറമ്പിൽ സുഷയുടെ വീടാണ് തകർന്നത്. കടപ്പുറം തൊട്ടാപ്പ് ബദർ പള്ളിക്കടുത്ത് ആനാം കടവിൽ കുഞ്ഞുമോന്റെ വീട് തെങ്ങ് വീണ് തകർന്നു. പാണ്ടികശാല പറമ്പിൽ നിഷാദും കുടുംബവുമാണ് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. ചെങ്ങാലൂർ ഹൈസ്കൂളിന് സമീപം വീടിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു. പൂവത്തൂക്കാരൻ പോളി ഷെർലിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന്റെ ട്രസ് തകർന്നു. പറപ്പൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. ചിറ്റിലപ്പള്ളി പൊറഞ്ചു ജോസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മാവ് വീണത്. വീട് ഭാഗികമായി തകർന്നു. തോളൂരിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങ് വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. കൂരിക്കുഴി പള്ളിക്ക് തെക്ക് പഴുപ്പറമ്പിൽ അക്ബറിന്റെ വീടാണ് തകർന്നത്. കൊടുങ്ങല്ലൂർ മേത്തല കണ്ടംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള വലിയ മാവ് ഒടിഞ്ഞു വീണ് 2 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. വെള്ളിക്കുളങ്ങരയിൽ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു. മേനൊടി, വാസുപുരം, ഇണ്ണോട്, മാങ്കുറ്റിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വീണത്. 4 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. ഏങ്ങണ്ടിയൂർ പനയംകുളങ്ങര ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് റോഡിന് ചേർന്ന് നിൽക്കുന്ന ആൽമരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. 100 വർഷം പ്രായമുള്ള ആൽമരമാണ് ഒടിഞ്ഞു വീണത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പ്രിയദർശിനി നഗറിൽ പ്ലാവ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. വന്നേരി സിനിജ രമേശിന്റെ വീടാണ് തകർന്നത്. തൃപ്രയാറിൽ വൻമരം കടപുഴകി വീണ് 3 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. തൃപ്രയാർ രാമൻ മേനോൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവാണ് കടപുഴകി വീണത്. ന്യൂസ് ഡെസ്ക് TCV. അന്തിക്കാട് പേരാൻ മാർക്കറ്റ് പരിസരത്തെ തേക്കാനത്ത് വർഗീസിന്റെ വീട് കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായി. ചുറ്റുപാടുമുള്ള പരമ്പരാഗത ചെറുതോടുകൾ ബദൽ സംവിധാനങ്ങളില്ലാതെ സ്വകാര്യ വ്യക്തികൾ മൂടിയതിനെ തുടർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് വർഗീസിന്റെ ഭാര്യ ജെസി ആവശ്യപ്പെട്ടു. 4 പുറം വെള്ളമാണ്. ഞങ്ങളുടെ ബാത്റൂം പോലും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതേമാതിരി വെള്ളം ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് കയറിയിട്ടുള്ള വെള്ളം ഇന്ന് വരെ കൂടിയതല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. അത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ആ ഭാഗമൊക്കെ അടച്ച് ഈ ഭാഗം അടച്ച് ഞങ്ങളിങ്ങനെ വെള്ളത്തിലായി എടുക്കുക. ഇതിനൊരു മാർഗം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. വടക്കാഞ്ചേരി അകമല ക്ഷേത്രത്തിന് സമീപം മരം കടപുഴകി വീണ് ഷൊർണൂർ റോഡിന്റെ വശങ്ങൾ ഭാഗികമായി തകർന്നു. റോഡരികിൽ നിന്നിരുന്ന മരം കനത്ത മഴയെ തുടർന്ന് വനപ്രദേശത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. മരം വീണതിനെ തുടർന്ന് 2 വൈദ്യുതി തൂണുകൾ തകർന്നെങ്കിലും ഇതിലെയുള്ള വൈദ്യുതി വിതരണം കേബിൾ വഴി ആയതിനാൽ തടസ്സപ്പെട്ടില്ല. കനത്ത മഴയിൽ വേലൂർ പുലിയന്നൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ഞാറക്കാട്ട് രാമൻ നായരുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു വീഴുന്നത് കണ്ടത്. കിണറിന്റെ ആൾമറയും ഗ്രില്ലും മോട്ടോർ പമ്പ് സെറ്റും താഴ്ന്നുപോയി. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും മണ്ണമ്പേട്ട പൂക്കോട് വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. പൂക്കോട് പറാപ്പറമ്പത്ത്
സുരേഷിന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് വീണത്. ശക്തമായ കാറ്റിൽ ചാവക്കാട് മണത്തലയിൽ തെങ്ങ് കടപുഴകി വീടിന് മേൽ വീണു. പൂക്കോട്ടിൽ ജ്യോതിഷ് കുമാറിന്റെ വീട്ടിലെ തെങ്ങാണ് കടപുഴകി വീണത്. വീഴ്ചയിൽ വീടിന്റെ കോൺക്രീറ്റ് ഇളകി. വാർഡ് കൌൺസിലർ സ്മൃതി മനോജ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞു. കരയാമ്പാടത്തെ 100 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വേനലിൽ കെട്ടിയ താൽക്കാലിക മൺചിറ പൂർണ്ണമായും നീക്കാത്തതാണ് വെള്ളമുയരാൻ കാരണമായതെന്ന് കർഷകർ ആരോപിച്ചു. ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കും പാടത്തേക്കും വെള്ളം കയറുകയായിരുന്നു. ജലനിരപ്പ് താഴ്ന്നാൽ ഉടൻ ചിറയുടെ അവശേഷിക്കുന്ന ഭാഗം നീക്കം ചെയ്യണമെന്നും കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷക മോർച്ച നേതാക്കളായ കെ രാജ്കുമാർ, അജിതൻ നെല്ലിപ്പറമ്പിൽ എന്നിവർ ആവശ്യപ്പെട്ടു. തോട്ടുമുഖം പമ്പ് ഹൌസ് വഴിയും വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പിംഗ് നിർത്തിവെച്ചു. ഓപ്പറേറ്റർമാർക്ക് പമ്പ് ഹൌസിലേക്ക് എത്താൻ സാധിക്കാത്തതാണ് പമ്പിംഗ് നിർത്താൻ കാരണം. പഞ്ചായത്ത് കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പർമാരോടും നിരന്തരം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ തികഞ്ഞ അനാസ്ഥ. വർഷകാലത്ത് ചിറ പൊട്ടുമ്പോൾ ബാക്കി ഭാഗം അവിടെ നിൽക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ മനസ്സിലാക്കാം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്രയും വലിയ പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നതും പൊക്കത്തുള്ള കുട്ടോലിപ്പാടം ഭാഗത്ത് വീടുകളിലേക്ക് പോലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ മഴയും പല സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും തുടരുന്ന സാഹചര്യത്തിലും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് അവധി. ജില്ലയിലെ അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല. വെള്ളിക്കുളം വലിയ തോട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കോടാലി പാടശേഖരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. 65 ഏക്കറോളം വരുന്ന വിരിപ്പ് കൃഷിയാണ് വെള്ളത്തിനടിയിലായത്. കോടാലി നെല്ലുൽപാദക സമിതിക്ക് കീഴിൽ വരുന്ന പാടശേഖരത്തിലെ പകുതിയോളം നിലത്തിൽ 1 മാസം മുമ്പാണ് നടീൽ പൂർത്തിയാക്കിയത്. ബാക്കി പകുതി നിലത്തിൽ 3 ആഴ്ച മുമ്പ് വിതയും പൂർത്തിയാക്കിയിരുന്നു. 1 മാസത്തോളം വളർച്ചയെത്തിയതിനാൽ 1-2 ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും കൃഷിനാശം ഉണ്ടാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ മഴ തുടരുകയും കൂടുതൽ ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിനടിയിൽ കിടക്കുകയും ചെയ്താൽ ഓലച്ചിയിൽ ബാധിച്ച് നശിച്ചു പോകാനിടയാകുമെന്നും കർഷകർ ആശങ്കപ്പെടുന്നു. ശക്തമായ മഴയിൽ വാഴത്തോട്ടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കർഷകരിൽ ആശങ്കയ്ക്കിടയാക്കുന്നു. പാടശേഖരങ്ങളോട് ചേർന്നുള്ള തോട്ടങ്ങളിൽ വാഴകൃഷി ചെയ്തവരാണ് ആശങ്കയിലായത്. മഴയിൽ പലയിടങ്ങളിലും വാഴത്തോട്ടങ്ങൾ മുങ്ങിയതാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. 2 ദിവസത്തിലേറെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നേന്ത്രവാഴകൾ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് ബാധിച്ച് ചീഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. കുലവന്നതും വിളവെടുപ്പിന് പാകമാകാറുമായതായ നേന്ത്രവാഴകളാണ് പലയിടത്തും വെള്ളത്തിൽ നിൽക്കുന്നത്. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത നേന്ത്രവാഴകളും ഇക്കൂട്ടത്തിലുണ്ട്. വേനൽക്കാലത്ത് അനുഭവപ്പെട്ട കഠിനമായ ചൂട് നേന്ത്രക്കായ ഉൽപാദനം കുറയാനിടയാക്കിയതിനു പിന്നാലെയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഭീഷണി വാഴ കർഷകരെ അലട്ടുന്നത്. കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ആറ്റപ്പള്ളി റെഗുലേറ്ററിൽ മരക്കൊമ്പുകൾ വന്ന് അടിഞ്ഞു തുടങ്ങി. മരക്കൊമ്പുകൾക്കൊപ്പം ചെറിയ ചില്ലകളും കാടും പടലും ഷട്ടറിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. മഴ തുടർന്നാൽ കൂടുതൽ മരക്കൊമ്പുകൾ റെഗുലേറ്ററിൽ വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. പെരുമഴയിൽ തീരദേശം വെള്ളക്കെട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. തോടുകളും കാനകളും നിറഞ്ഞൊഴുകിയത് വെള്ളക്കെട്ടിന് കാരണമായി. ചന്ദ്രാപിന്നിയിൽ തോട് കവിഞ്ഞ് ദേശീയപാതയ്ക്ക് കുറുകെ ഒഴുകി. SN വിദ്യാഭവന് സമീപം കാന കവിഞ്ഞൊഴുകി റോഡിൽ വെള്ളക്കെട്ടിനിടയാക്കി. 22ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന പല തോടുകളും മൂടിപ്പോവുകയും വീതി കുറയുകയും ചെയ്തതോടെയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. കയ്പമംഗലം കാളമുറിയിലും വെള്ളക്കെട്ട് രൂക്ഷമായി. ചളിങ്ങാട് 5 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം സലഫി സെന്ററിന് സമീപത്തെ 15ഓളം വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തുള്ളവർ ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കും മാറിയതായി വാർഡ് മെമ്പർ PMS ആബിദീൻ പറഞ്ഞു.
കുറേ നാളുകളായിട്ട് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കാൻ ഇവിടുത്തെ കുറേ കുടുംബങ്ങൾ, ഏകദേശം 15ഓളം കുടുംബങ്ങൾ ഈ ഭാഗത്തുനിന്ന് കുടുംബ വീടുകളിലേക്ക് പോയി. കുറച്ച് പേര് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. 2-ാം വാർഡിൻ്റെ ഏകദേശം 3-4 ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുമാതിരി തന്നെ വില്ലേജ് ഓഫീസർ, വില്ലേജിലെ സ്റ്റാഫുകളൊക്കെ വന്ന് ഇത് നേരിട്ട് കണ്ടുപോയിട്ടുള്ളതാണ് ഇതിൻ്റെ വിഷയങ്ങൾ. ഇപ്പോൾ തോടിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പാലങ്ങൾ കൃത്യത ഇല്ലാത്തത് കൊണ്ട് ആ വെള്ളം തിരിച്ച് വാർഡിൻ്റെ ഭാഗത്തേക്ക് കരകവിഞ്ഞൊഴുകി വരികയാണ്. ഇതൊക്കെയാണ് ഈ ഭാഗത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രധാന മാർഗ്ഗങ്ങൾ. പിന്നെ പഴയകാലത്തെ തോടുകളൊക്കെ പലതും മൂടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും പരമാവധി തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം വെച്ചുകൊണ്ട് പരമാവധി ഇവിടുത്തെ തോടുകൾ ക്ലീനാക്കി വെള്ളം വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മഴകൾ വരുമ്പോൾ അല്ല വെള്ളം വരുമ്പോൾ അത് ഉപകാരപ്പെടാതെ പോവുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ചന്തപ്പുര ബൈപ്പാസ് റോഡ് പരിസരം, എൽത്തുരുത്ത്, പുല്ലൂറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലും എറിയാട്, അഴീക്കോട്, ശ്രീനാരായണപുരം എന്നിവിടങ്ങളിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് നിലവിലുള്ള കാനയിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതും ദളവാക്കുളം പരിസരത്തെ അനധികൃത നിർമ്മാണങ്ങളുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കനോലി കനാലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികളുടെ തിരക്കേറി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് വെള്ളച്ചാട്ടം കാണാനെത്തുന്നത്. പെരിങ്ങൽകുത്ത് ഡാം തുറന്ന് വലിയ തോതിൽ വെള്ളം വിട്ടതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ശക്തി പ്രാപിക്കാൻ കാരണം. ചാർപ്പ വെള്ളച്ചാട്ടം കാണാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി വെള്ളമുയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിലവിൽ പുഴയിലെ വെള്ളത്തിന്റെ അളവ് 6.30 മീറ്ററാണ്. 8.10 മീറ്റർ അളവിൽ വെള്ളം എത്തിയാലാണ് അപകട മുന്നറിയിപ്പ് നൽകുന്നത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുള്ളൂർക്കര ആറ്റൂർ അസുരൻകുണ്ട് ഡാം തുറന്നു. ഡാമിന്റെ 3 ഷട്ടറുകളും 2 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. 8.80 മീറ്റർ വെള്ളം ഡാമിൽ ഉയർന്നപ്പോഴാണ് 3 ഷട്ടറുകൾ തുറന്നത്. പ്രദേശങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ ജലനിരപ്പ് ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഗായത്രി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പുഴയിൽ മീൻപിടുത്തം നിരോധിച്ചു. സന്ദർശകർക്ക് ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മാള കണക്കൻ കടവിലെ 9 ഷട്ടറുകൾ ഉയർത്തി. ഒരു ഷട്ടർ തകരാറിലായതിനാൽ അടിഭാഗം ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. ജലനിരപ്പ് കുറഞ്ഞാൽ ഷട്ടർ അറ്റകുറ്റപ്പണികൾ നടത്താതെ താഴ്ത്താൻ കഴിയാത്ത നിലയിലാണ്. കണക്കൻ കടവിലെ ഷട്ടറുകൾ അടഞ്ഞുകിടന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നു. ഷട്ടറുകൾ തുറന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരമായി. കായലിൽ നിന്ന് പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനുള്ള ഷട്ടറുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്താതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത്. കടവല്ലൂർ പഴഞ്ഞി റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കി. കല്ലുംപുറം പഴഞ്ഞി റോഡ് നിർമ്മാണത്തെ തുടർന്ന് ഇവിടങ്ങളിലെ കാനയുടെ നിർമ്മാണം വേണ്ട വിധത്തിൽ നടക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കി യാത്ര സുഗമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഭിത്തി തകർന്നു വീണു. 1-ാം നിലയിലെ ഭിത്തിയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ആളപായം ഇല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന ഭക്തന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണ്ണമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പരാതിക്കാരൻ ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞു. പാമ്പിൻതുള്ളൽ കലാകാരനായ ഒറ്റപ്പാലം അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി കരുവാൻതൊടി പുത്തൻ വീട്ടിൽ മോഹൻദാസാണ് സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന് കാണിച്ച് ഒറ്റപ്പാലം പോലീസിലും ദേവസ്വത്തിലും പരാതി നൽകിയിരുന്നത്. ഒറ്റപ്പാലം പോലീസ് ഈ പരാതി ഗുരുവായൂർ ടെമ്പിൾ പോലീസിനെ കൈമാറിയിരുന്നു. പരാതിക്കാരൻ മെയ് 13-നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 2 ഗ്രാം തൂക്കമുള്ള ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് 14,200 രൂപയ്ക്ക് വാങ്ങിയത്. ചികിത്സാർത്ഥമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടതിനെ തുടർന്ന് ജൂൺ 28-ന് ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അമ്പലപ്പാറ ശാഖയിൽ പണയം വയ്ക്കാൻ എത്തിയപ്പോഴാണ് ലോക്കറ്റ് വ്യാജമാണെന്ന് അറിയിച്ചത് എന്ന് മോഹൻദാസ് പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിലേക്ക് മോഹൻദാസിനെ ദേവസ്വം ക്ഷണിച്ചിരുന്നു.
മോഹൻദാസിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം അപ്രൈസർ എത്തി പരിശോധിച്ച് ലോക്കറ്റ് സ്വർണം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് ഭരണസമിതി അംഗങ്ങൾ പരാതിക്കാരനൊപ്പം ഗുരുവായൂരിലെ ജ്വല്ലറിയിലെത്തി നടത്തിയ പരിശോധനയിലും സ്വർണമാണെന്ന് കണ്ടെത്തി. എന്നാൽ പരാതിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഒടുവിൽ കുന്നംകുളത്തുള്ള ഹോൾമാർക്ക് സെന്ററിൽ ചെന്ന് സ്വർണമാണെന്നുള്ള സർട്ടിഫിക്കറ്റും നൽകി. എന്നാൽ മോഹൻദാസ് പരാതിയിൽ ഉറച്ചുനിന്നു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി ദേവസ്വത്തിന്റെയും മോഹൻദാസിന്റെയും വിശദീകരണം തേടി. ഒടുവിൽ മോഹൻദാസ് ലോക്കറ്റ് സ്വർണമാണെന്ന് സമ്മതിക്കുകയായിരുന്നു. 2004 മിന്റിൽ നിന്നെത്തിച്ച ലോക്കറ്റാണ് മോഹൻദാസിന് നൽകിയിരുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. ഈ ബാച്ചിലെ മറ്റു ലോക്കറ്റുകൾ പരിശോധിച്ചതിൽ വ്യാജ സ്വർണം കണ്ടെത്താനായിരുന്നില്ല. ഇത്തരത്തിൽ ദേവസ്വത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. കർക്കിടക പുണ്യവുമായി നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. നാലമ്പല തീർത്ഥാടനത്തിനായി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പലങ്ങൾ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് കൂടൽമാണിക്യ ക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേക ക്യൂ സംവിധാനം, പാർക്കിംഗ് തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സദ്ഗുണങ്ങളുടെയും സാഹോദര്യത്തിന്റെയും മൂർത്തിമത് ഭാവമായ ദാശരഥികളുടെ ക്ഷേത്രങ്ങൾ ക്രമപ്രകാരം ഒരു ദിവസം ദർശിക്കുന്നത് സർവാഭിഷ്ട സിദ്ധിപ്രദമാണെന്നാണ് വിശ്വാസം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിന്റെ അംശാവതാരവും വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ വരുന്നതും കാത്തു കഴിയുന്ന ശ്രീരാമ സോദരനായ ഭരതനാണ്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്കുഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമ്മലിലാണ്. മഹാവിഷ്ണുവിന് അലങ്കാരവും അതേസമയം ആയുധവുമായ തൃക്കൈയിലെ സുദർശന ചക്രത്തിന്റെ പ്രതീകമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ലവണാസുരവധത്തിന് ഉദ്യുക്തനായി അല്പം ക്രോധത്തോടുകൂടിയ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റ് 3 ദാശരഥി ക്ഷേത്രങ്ങളും വൃത്താകൃതിയിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രം ചതുരാകൃതിയിലാണ്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമ്മൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. TC വിനോസ്, ഇരിങ്ങാലക്കുട. നാലമ്പല ദർശനത്തിനായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും അനുവദിച്ച സ്പെഷ്യൽ KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് CC മുകുന്ദൻ MLA നിർവഹിച്ചു. രാവിലെ 7:30 തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, എറണാകുളം തിരുമുഴിക്കുളം ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തിരിച്ചു വൈകിട്ട് തൃപ്രയാറിൽ തന്നെ വാഹനം എത്തിച്ചേരും. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡ്വക്കേറ്റ് AU രഘുരാമപണിക്കർ, തൃപ്രയാർ ക്ഷേത്ര മാനേജർ സുരേഷ് കുമാർ, മുൻ മാനേജർ മനോജ്, തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സെക്രട്ടറി V ശശിധരൻ, ട്രഷറർ VR പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും നാലമ്പല ദർശനത്തിനായി ബസ് സർവീസ് ഉണ്ടായിരിക്കും. കർക്കിടക പുലരിയിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അയോധ്യയിലെ രാംലല്ലയുടെ വേഷത്തിൽ ദർശനത്തിനെത്തിയ 3ാം ക്ലാസ് വിദ്യാർത്ഥി ഭക്തരുടെ മനം കവർന്നു. വടൂക്കര സ്വദേശികളായ പ്രശാന്ത് പ്രിയ ദമ്പതികളുടെ മകൾ പ്രണയയാണ് ശ്രീരാമന്റെ ബാല്യകാലത്തിലുള്ള പ്രതിഷ്ഠയായ രാംലല്ലയുടെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി കൂടൽമാണിക്യ ക്ഷേത്രത്തിലെത്തിയത്. പ്രാണയുടെ വലിയ ആഗ്രഹമായിരുന്നു അയോധ്യയിലെ രാംലല്ലയിൽ പോയി ദർശനം നടത്തി അവിടെ നൃത്തം ചെയ്യണമെന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലെന്നറിഞ്ഞപ്പോൾ ശ്രീരാമന്റെയും സഹോദരങ്ങളുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അയോധ്യയിലൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാന് അച്ഛനോട് പറഞ്ഞു എനിക്ക് അയോധ്യയില് പോകണം. അച്ഛൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് തൃപ്രയാറില് നാലമ്പലം കണ്ടു വരാന്ന് പറഞ്ഞു. ഞാന് രാമലല്ലയുടെ ഫോട്ടോ കണ്ടു. എനിക്ക് രാമലല്ല ആവണമെന്ന് തോന്നിയപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ എന്നെ രാമലല്ലയാക്കി. 3 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്ന നൃത്താഞ്ജലി കലാക്ഷേത്രത്തിലെ അഖില ടീച്ചറാണ് പ്രണയെ രാംലല്ലയുടെ വേഷത്തിൽ അണിയിച്ചൊരുക്കിയത്. വടൂക്കര ഗുരുവിജയം സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രണയ ഉപജില്ലാ കലോത്സവത്തിൽ അടക്കം നിരവധി വേദികളിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ നൃത്തം ചെയ്ത വിജയം കൈവരിച്ചിട്ടുണ്ട്.
ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിനായി എത്തിയവരെല്ലാം രാംലല്ല വേഷത്തിലുള്ള പ്രണയ്ക്കൊപ്പം ഫോട്ടോകളും പകർത്താൻ തിരക്കായിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. നാലമ്പല തീർത്ഥാടനത്തിലെ ആദ്യ ദർശന ക്ഷേത്രമായ തൃപ്രയാറിൽ മഴയെ അവഗണിച്ചും പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൽ മണ്ഡപത്തിൽ പതിവുള്ള സുന്ദരകാന്ഡം വായനയ്ക്കു പുറമെ ഋഗ്വേദ മുറജപവും ആരംഭിച്ചു. ദേശീയപാത തിരുവത്രയിൽ മിനി ലോറി ബൈക്കിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. എടക്കഴിയൂർ പഞ്ചവടി ബീച്ച് സ്വദേശികളായ തോണിക്കടവേൽ അഫ്സൽ, വടന്തലകത്ത് സുഫിയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പൊന്നാനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറി ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ LDF-ൽ പരസ്യ വിമർശനവുമായി യുവ നേതാവ്. CPI വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ശില്പശാലയിലാണ് AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ KM മഹേഷ് മുന്നണിക്കെതിരെ തുറന്നടിച്ചത്. നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമാണെന്ന് കുറ്റപ്പെടുത്തിയ മഹേഷ്, രണ്ടാം ഇടതുമുന്നണി സർക്കാർ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും കുറ്റപ്പെടുത്തി. LDF-നുണ്ടായ തളർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മുതൽക്കൂട്ടാക്കിയെന്നും സംസ്ഥാനത്തെ BJP-യുടെ മുന്നേറ്റത്തെയും അതീവ ഗൌരവത്തോടെ കാണേണ്ടതുണ്ടെന്നും ഇതിനെതിരെയെല്ലാം മുന്നണി പുലർത്തുന്ന നിസ്സംഗത പരിശോധിക്കേണ്ടതുണ്ടെന്നും മഹേഷ് പറഞ്ഞു. ചെറുകിട ശുദ്ധജല പദ്ധതിക്കായി ജല അതോറിറ്റി നിർമ്മിച്ച മോട്ടോർ പുര യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പെരുവല്ലൂർ സെന്ററിന് സമീപം പൊതുമരാമത്ത് റോഡിനോട് ചേർന്നാണ് അപകടാവസ്ഥയിലായ മോട്ടോർ പുര സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനരഹിതമായ ശുദ്ധജല പദ്ധതിക്കായാണ് മോട്ടോർ പുര നിർമ്മിച്ചത്. മാസങ്ങൾക്ക് മുൻപ് വാഹനം വന്നിടിച്ചതുമൂലം മോട്ടോർ പുര ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയിൽ ചെരിഞ്ഞിരിക്കുകയാണ്. പ്രവർത്തനരഹിതമായ കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ നന്നാക്കുകയും മോട്ടോർ പുര നവീകരിക്കുകയും ചെയ്യുകയോ യാത്രക്കാർക്ക് ദുരിതമായ മോട്ടോർ പുര പൊളിച്ചു മാറ്റുകയോ വേണമെന്ന് പൊതുപ്രവർത്തകനായ സദാശിവൻ മധുക്കര ആവശ്യപ്പെട്ടു. കാട്ടൂർ വലക്കഴയിൽ വഴിയിൽ തടഞ്ഞു നിർത്തി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ പ്രണവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 മാസത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കാട്ടൂർ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പ്രണവ് സുഹൃത്തുക്കളോടൊത്ത് ചിറക്കലിലെ സ്വകാര്യ ബാറിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. SI ബാബു ജോർജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയൻ, കിരൺ, ജിതേഷ്, അഭിലാഷ്, ധനേഷ് എന്നിവരും സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഫെബിനും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പാവറട്ടി സഹകരണ ബാങ്ക് 11-അംഗ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് 47 പേർ നാമനിർദ്ദേശ പത്രിക നൽകി. നിലവിൽ UDF-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഭരണം നടത്തുന്നത്. കോൺഗ്രസ് 2 വിഭാഗമായാണ് മത്സര രംഗത്തുള്ളത്. DCC അംഗീകരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തിറക്കിയെങ്കിലും ഇത് അംഗീകരിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല. കോൺഗ്രസിലെ ഇരുവിഭാഗവും തമ്മിൽ രൂക്ഷമായ ഭിന്നതയാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 2 സീറ്റിലും മുസ്ലിം ലീഗ് 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. LDF-ഉം NDA-യും മുഴുവൻ സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാളും പത്രിക നൽകിയിട്ടുണ്ട്. 18-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. 28-നാണ് തിരഞ്ഞെടുപ്പ്. 1 മാസത്തോളമായി പഴയന്നൂരിലെ കടവരാന്തകളിൽ അന്തിയുറങ്ങിയിരുന്ന വയോധികനെ ചേലക്കര വെങ്ങാനല്ലൂരിലെ അഗതി മന്ദിരമായ അമ്മ വീട്ടിലെത്തിച്ചു. പഴയന്നൂരിലെ സാമൂഹിക പ്രവർത്തക ശോഭന പഴയന്നൂരിന്റെ നേതൃത്വത്തിലാണ് തെലുങ്കു ഭാഷ സംസാരിക്കുന്ന വയോധികനെ വെങ്ങാനല്ലൂരിലെ അഗതി മന്ദിരത്തിലെത്തിച്ചത്. കനത്ത മഴയിലും കാറ്റിലും പഴയന്നൂർ ടൗണിലെ കടവരാന്തകളിൽ അന്തിയുറങ്ങിയിരുന്ന വയോധികന്റെ ദയനീയ കാഴ്ച നാട്ടുകാർ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വത്തിലെ സ്ഥിരം നിക്ഷേപം ചെലവഴിച്ചത് ദേവസ്വം ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാനാണെന്ന് ദേവസ്വം മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദേവസ്വം ഭരണസമിതി നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും പ്രദീപ് മേനോൻ പറഞ്ഞു. 6 കൊല്ലം കൊണ്ട് 9 കോടിയോളം രൂപയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചത്. 1000 രൂപ ഈടാക്കി നെയ്വിളക്ക് വഴിപാട് നടത്തുന്നവർക്ക് പ്രത്യേക ക്യൂ സമ്പ്രദായം നടപ്പിലാക്കുന്നത് അറിഞ്ഞപ്പോൾ ദേവസ്വം ഭരണസമിതിയെ ബന്ധപ്പെട്ടുവെങ്കിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന മറുപടിയാണ് ലഭിച്ചത്.
പ്രത്യേക ക്യൂവിന് താൻ എതിരില്ലെങ്കിലും മറ്റ് 3 നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത സമ്പ്രദായം ഇവിടെ മാത്രം നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും മുൻ ചെയർമാൻ പറഞ്ഞു. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതാക്കൾ തുറക്കുളം മാർക്കറ്റ് സന്ദർശിച്ചു. തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി അലി, ജില്ലാ കമ്മിറ്റി നേതാക്കളായ അസീസ്, ശുഭ എന്നിവരാണ് മാർക്കറ്റിൽ സന്ദർശനം നടത്തിയത്. മാർക്കറ്റിലെ കമ്മീഷൻ ഏജന്റുമാരും മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളികളും മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. കോടാലി ടൗണിനോട് ചേർന്ന് റോഡരികിൽ കാട് വളരുന്നത് കാൽനട യാത്രികർക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ടായി. കോടാലി സ്കൂൾ ജംഗ്ഷന് കിഴക്കുഭാഗത്താണ് റോഡരികിൽ പാഴ്ചെടികൾ നിറഞ്ഞിട്ടുള്ളത്. ATM അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയ 2 ബാങ്കുകളും വ്യാപാരികളുടെ സംഘടനാ ആസ്ഥാനമായ വ്യാപാര ഭവനും മറ്റ് നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. റോഡരികിലെ നടപ്പാതയായ കോൺക്രീറ്റ് സ്ലാബിലും പാഴ്ചെടികൾ വളർന്നത് കാൽനടയാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. സമീപത്തെ സ്കൂളിലേക്കുള്ള ചെറിയ കുട്ടികളടക്കമുള്ളവർ നടന്നുപോകുന്നത് കാടുമൂടിക്കിടക്കുന്ന ഈ നടപ്പാതയിലൂടെയാണ്. ഇതുവഴിയുള്ള യാത്ര ഒട്ടും സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളടക്കം പോകുന്ന ഒരു വഴിയാണിത്. ഇത് കാട് പിടിച്ചു കിടക്കുന്ന മാസങ്ങളായി. എത്രയും പെട്ടെന്ന് ഈ കാട് വെട്ടി യാത്രയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക, അത് ചെയ്യുക. പാഴ്ചെടികൾക്കിടയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം തെരുവുനായ്ക്കളും ഇഴജന്തുക്കളും നടപ്പാതയിൽ തമ്പടിക്കുന്നത് പതിവായിരിക്കുകയാണ്. പാഴ്ചെടികൾ വെട്ടിനീക്കി സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ പൊതുമരാമത്ത് വകുപ്പോ മറ്റ് അധികാരികളോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ കൂട്ടായ്മകളോ ഇതിനായി രംഗത്തിറങ്ങണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരമിത്ര മരണാനന്തര സഹായം അത്താണി യൂണിറ്റിലെ ജയകുമാറിന്റെ കുടുംബത്തിന് കൈമാറി. AC മൊയ്തീൻ MLA 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ, വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു സജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമ്മച്ചർ നാടകരംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച നമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ സ്ഥാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ആത്രപ്പുള്ളി നാരായണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അന്ത്യം. വടക്കേക്കാട് ഞമനങ്ങാട് സ്വദേശിയായ നാരായണൻ വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഏതാനും ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കണക്കെഴുതുമ്പോഴേ പലിശ കണക്കല്ലേ? കണക്കെഴുതാനും പലിശ കണക്കെഴുതാനും ഇന്നാരും പഠിപ്പിക്കാം. ഇപ്പം ചേരാടി തോമ ഇവിടുത്തെ ഒരു ആശ്രിതനായിരുന്നു. വല്യപ്പച്ചിൻ്റെ പൊന്നു കെട്ടിയ പല്ല് കാണാതായി. അതേ പിന്നെ തോമായിനാരും കണ്ടുവരില്ല. അന്തിക്കാട് തണൽ അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൽ ജലീൽ എടയാടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, ജനപ്രതിനിധികളായ PS സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര പന്തല്ലൂർ ജനതാ UP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നത് കണക്കിലെടുത്താണ് പന്തല്ലൂരിലെ ഒരു കുടുംബത്തെ ജനതാ UP സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. നാടിനെ സങ്കടക്കടലിലാഴ്ത്തി വേദനകളില്ലാത്ത ലോകത്തേക്ക് ആരവ് മടങ്ങി. നാടിന്റെ പ്രാർത്ഥനയും നാട്ടുകാരുടെ പ്രതീക്ഷയും വിഫലമാക്കി ചികിത്സയ്ക്കിടെയാണ് ആരവ് മരിച്ചത്. അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച ആരവിന്റെ ചികിത്സയ്ക്കായി നാടൊന്നിച്ച് കൈകോർത്തിരുന്നു. പോർക്കുളം സ്വദേശി കാടാമ്പുള്ളി വീട്ടിൽ സെൽവൻ രമ്യ ദമ്പതികളുടെ മകനായ ആരവിന് മജ്ജ മാറ്റിവെക്കലായിരുന്നു ഡോക്ടർമാർ കണ്ടെത്തിയ ഏക പോംവഴി. അമ്മ രമ്യയുടെ മജ്ജ മാറ്റിവെക്കാനായി ആദ്യം നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് 28 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നു. മജ്ജ മാറ്റിവെച്ചെങ്കിലും ഇവ വിഫലമായി.
പിന്നീട് പിതാവിന്റെ മജ്ജ മാറ്റിവെക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതിനു വേണ്ട പണം കണ്ടെത്താനാകാതെ കുടുംബം വലഞ്ഞു. കുന്നംകുളത്തെ സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും വ്യാപാരികളും തൊഴിലാളികളും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ 3 ദിവസം കൊണ്ട് 25 ലക്ഷം ശേഖരിച്ചു. പിതാവിന്റെ മജ്ജ മാറ്റിവെച്ചെങ്കിലും കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ്, കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KA ജ്യോതിഷ്, ബാലചന്ദ്രൻ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ JRCയുടെ നേതൃത്വത്തിൽ ലോക നൈപുണ്യ ദിനം ആചരിച്ചു. HM ഇൻചാർജ് ഷീന P. ശങ്കർ ഉദ്ഘാടനം ചെയ്തു. JRC കൺവീനർ രാധാകൃഷ്ണൻ നൈപുണ്യ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ്സിലെത്തു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾ ചിരട്ട കൊണ്ട് നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണം മുഖ്യ രക്ഷാധികാരി ഡോക്ടർ വാസുദേവൻ മൂസ് നിർവഹിച്ചു. പ്രസിഡന്റ് E. കൃഷ്ണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് MC. മനോജ് കുമാർ, രാമചന്ദ്രൻ കടവിൽ, ER. വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പച്ചക്കറി വിത്തും ഔഷധക്കഞ്ഞിയും വിതരണം ചെയ്തു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം ആരംഭിച്ചു. ഭക്തർക്ക് ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രഭാത ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് പഞ്ചായത്തിന് കീഴിലുള്ള ആശ്രയ ഭവനത്തിലെ അന്തേവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 56 വയസ്സുള്ള പള്ളത്ത് വീട്ടിൽ കനകയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനകയ്ക്ക് പനിയുണ്ടായിരുന്നു. രാവിലെ മുറിയുടെ വാതിൽ തുറക്കാതെ വന്നതിനെ തുടർന്ന് ആശ്രയ ഭവനത്തിലെ മറ്റ് താമസക്കാർ കനകയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് മുറിയുടെ വാതിൽ പൊളിച്ചപ്പോഴാണ് കനകയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുല്ലഴി മൈത്രി ആർട്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ഡോക്ടർ R. ഭഗവതി അമ്മാൾ കഞ്ഞി വിതരണം നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഷാജു കുണ്ടോളി, K. നാണു, മധുസൂദനൻ, ശങ്കരനാരായണൻ, TK മനോജ് കോരപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് MS. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി TN. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു പൂക്കുന്നത്ത്, KK സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണിദേവർ ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രശാന്ത് വെള്ളാനിക്കരയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം നടന്നു. ആഗസ്റ്റ് 15-ന് ഇല്ലം നിറയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. അവണിശ്ശേരി ഡോക്ടർ BR. അംബേദ്കർ നഗറിൽ പുതിയ വായനശാലയ്ക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് നടന്ന യോഗം അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KA. പ്രദീപ് അധ്യക്ഷനായി. വായനശാലയിലേക്കുള്ള ആദ്യ പുസ്തകം മുല്ലനേഴി വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. പുതുക്കാട് മുപ്ലിയം ഇഞ്ചകുണ്ട് കോടാലി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ, ആരാധനാലയങ്ങളുടെ ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗം കോടാലി GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ ML ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR. രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6740 രൂപ, പവന് 53,920 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3612 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കാറ്റിലും മഴയിലും 40 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. തളിക്കുളത്ത് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. കുറുമാലിപ്പുഴ കരകവിഞ്ഞു. കരയാമ്പാടത്തെ 100 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി.
പെരുമഴയിൽ തീരദേശം വെള്ളക്കെട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുള്ളൂർക്കര ആറ്റൂർ അസുരൻകുണ്ട് ഡാം തുറന്നു. മാള കണക്കൻകടവിലെ 9 ഷട്ടറുകൾ ഉയർത്തി. ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരുന്നതിൽ ആശങ്ക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന ഭക്തന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. സ്വർണ്ണമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പരാതിക്കാരൻ ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞുവെന്നും ചെയർമാൻ. കർക്കിടക പുണ്യവുമായി നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.